ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ ലഡു ഉണ്ടാക്കിയെടുക്കാം. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള അതേ ടേസ്റ്റിലുള്ള ലഡു തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിൽ നമ്മൾ എക്സ്ട്രാ കളറൊന്നും ചേർക്കാതെയാണ് ഈ ഒരു ലഡു തയ്യാറാക്കി എടുക്കുന്നത്. നല്ല ടേസ്റ്റിയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡു തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ലഡു ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ലഡു ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കപ്പ് കടലമാവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 1 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബൂന്തി നന്നായിട്ട് പൊങ്ങി കിട്ടാനാണ് 1 നുള്ള് മാത്രം മതിയാവും. ഇനി നമ്മുടെ ലഡുവിന് നല്ലൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിക്ക് ഞാൻ 2 നുള്ള് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്താൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും നമ്മുടെ ബൂന്തിക്ക് ഉണ്ടാവില്ല. അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 2 നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്താൽ നല്ലൊരു യെല്ലോ കളറിൽ തന്നെ കിട്ടും. പിന്നെ അതേപോലെ തന്നെ 1 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ വെള്ളം ചേർക്കണ സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. വെള്ളം കൂടിക്കഴിഞ്ഞാൽ ബാറ്റർ നന്നായിട്ട് ലൂസായി പോവും, അത് ശ്രദ്ധിക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പും 3 ടേബിൾ സ്പൂൺ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം കൂടാൻ വേണ്ടി പാടില്ല. ഞാനിത് മുന്നേ ഉണ്ടാക്കിയത് കൊണ്ട് കറക്റ്റ് അളവ് എനിക്ക് അറിയാം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. 1/2 കപ്പും 3 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്തിട്ടാണ് ഇത് നന്നായിട്ട് അടിച്ചെടുക്കുന്നത്. അപ്പോൾ മിക്സിയിൽ ചെയ്യുന്ന സമയത്ത് നമുക്കിത് കട്ടകളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് കേട്ടോ മിക്സിയിൽ ചെയ്തെടുക്കുന്നത്. ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ബൂന്തി ഉണ്ടാക്കേണ്ട ബാറ്റർ ഉണ്ടാവേണ്ടത്. അതായത് ദോശമാവിൻ്റെ ആ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടണം കേട്ടോ. ഇതുപോലെ കുറച്ച് ലൂസായിട്ട്, ഒരുപാട് ലൂസാവാൻ വേണ്ടി പാടില്ല, അതുപോലെ ഒരുപാട് കട്ടിയാവാനും പാടില്ല കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ബൂന്തി നന്നായി കിട്ടില്ല, അത് ശ്രദ്ധിക്കുക. അപ്പോൾ വെള്ളം എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഉടനെ തന്നെ ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ബൂന്തി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് നമ്മളെല്ലാവരുടെ വീട്ടിലും സാധാരണയായിട്ട് ഉണ്ടാകുന്ന ഇതുപോലുള്ള അരിപ്പക്കയിലാണ് കേട്ടോ. ഇനി അതില്ലെങ്കിൽ നമുക്ക് ഇതുപോലുള്ള സ്ട്രെയിനറിൽ ഈ താഴ്ഭാഗത്തുള്ള ഹോൾസ് ഉണ്ടല്ലോ, അവിടത്തേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് ബൂന്തി ഉണ്ടാക്കിയെടുക്കാം. ബൂന്തി ഉണ്ടാക്കുന്ന സമയത്ത് എണ്ണയുടെ ചൂട് എന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ടാണ് ബൂന്തി ഉണ്ടാക്കുന്നതെങ്കിൽ അത് ഇട്ട വശം തന്നെ നന്നായിട്ട് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഓയിൽ നന്നായിട്ട് ചൂടാക്കി എടുക്കുക. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമുക്കൊരു ഡ്രോപ്പ് ഒന്ന് ഉറ്റിച്ച് നോക്കാം. അപ്പോൾ ഇതിങ്ങനെ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ എണ്ണ നന്നായിട്ട് ചൂടായി എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി തുടങ്ങാം. ലോ ഫ്ലെയിമിൽ ഇടാൻ വേണ്ടി പാടില്ല, ഹൈ ഫ്ലെയിമിൽ ഇടരുത് കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് തന്നെ മൊത്തത്തിൽ ചെയ്തെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ മാവ് ഒഴിക്കണ സമയത്ത് ഇത് തനിയെ അങ്ങ് താഴേക്ക് വന്നോളും. അപ്പോൾ ടൈറ്റ് ആകുന്നെങ്കിൽ ഇത് താഴേക്ക് ഇങ്ങനെ പോരൂല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതാണ് ബാറ്ററി ലൂസായി കഴിഞ്ഞാലും ബൂന്തി നന്നാവില്ല, അതുപോലെ തന്നെ ടൈറ്റ് ആയി കഴിഞ്ഞാലും ബൂന്തി നന്നായി കിട്ടൂല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ബൂന്തി ഉണ്ടാക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. കാരണം ഇത് പെട്ടെന്ന് ഫ്ലോപ്പ് ആവുന്നതാണ് ഈ ബൂന്തി ഫ്രൈ ചെയ്യുന്ന കാര്യത്തിൽ. ഇത് നല്ലോണം ബ്രൗൺ കളറാവാനും നിൽക്കരുത്, അതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറും ആവേണ്ട ആവശ്യമില്ല. ഇതൊരു യെല്ലോ കളറിൽ തന്നെ നമുക്ക് കിട്ടണം കേട്ടോ. അപ്പോൾ ഞാനിത് ഓരോ ട്രിപ്പും ഫ്രൈ ചെയ്തെടുക്കാൻ 1.5 മിനിറ്റോളം സമയമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് 1.5 മിനിറ്റ് എടുത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു യെല്ലോ കളറിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ബ്രൗണും ആയിട്ടില്ല, അതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറും ആയിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കിയ സമയത്തൊക്കെ ഈ ബൂന്തി ഫ്രൈ ആയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെയും ഫ്രൈ ചെയ്യാനിടും. അപ്പോൾ ഇത് നമ്മൾ ഷുഗർ സിറപ്പ് നന്നായിട്ട് പിടിക്കത്തില്ല കേട്ടോ. നമുക്ക് ബൂന്തി നന്നായിട്ട് ഷുഗർ സിറപ്പ് പിടിച്ചാൽ മാത്രമേ ലഡു നല്ല രീതിയിൽ ഉരുട്ടിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. മൊത്തത്തിൽ കൊളാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ ടൈം അടക്കം പറഞ്ഞിരുന്നത്. ഞാൻ 1.5 മിനിറ്റ് ടൈമാണ് ഓരോ ബാച്ചും ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ബൂന്തി ഉണ്ടാക്കുന്ന സമയത്ത് ഈ മാവ് ഒഴിക്കുമ്പോൾ മൊത്തത്തിൽ എല്ലാ ഭാഗത്തേക്കും ചുറ്റിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല എളുപ്പത്തിൽ തന്നെ ബൂന്തി നന്നായിട്ട് വിട്ട് കിട്ടും. ഒരേ ഭാഗത്ത് തന്നെ പിടിക്കുകയാണെങ്കിൽ അതെല്ലാം കൂടി അവിടെ കട്ടേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ എണ്ണയിൽ മൊത്തത്തിൽ ആക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വിട്ട് നിൽക്കുന്ന ബൂന്തി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും.
അപ്പോൾ അതേ മൊത്തത്തിൽ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് ഇത്രയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. നമ്മളിതിങ്ങനെ പിടിക്കുന്ന സമയത്ത് നല്ല കിലുകിലാന്നുള്ള സൗണ്ടിലായിരിക്കും ഉണ്ടാവുക. ഇതൊരുപാട് അങ്ങ് ക്രിസ്പി ആയിട്ടും അല്ല ഉള്ളത്, അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടും അല്ല കേട്ടോ ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ആ ഒരു കളറും കൂടി ശ്രദ്ധിക്കാം കേട്ടോ. ആ ഒരു യെല്ലോ കളറിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. നമുക്കിതിനെ ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്താൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡു ഉണ്ടാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതുപോലെ ഷുഗർ സിറപ്പ് നന്നായിട്ട് കയറണമെങ്കിലും ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതാ മൊത്തത്തിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. എല്ലാതും പൊടിച്ചെടുക്കുക. അപ്പം ഇതുപോലെയാണ് കേട്ടോ വേണ്ടത്. ഒരുപാടങ്ങ് ഫൈൻ പൗഡർ ആക്കിയിട്ടല്ല നമ്മൾ എടുക്കുന്നത്. ചെറിയ തരിപ്പായിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. 1-2 പീസൊക്കെ വലിയ പീസായിട്ട് കിടന്നാലും കുഴപ്പമില്ല. എന്നാലും കുറച്ച് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോഴാണ് പെട്ടെന്ന് ഷുഗർ സിറപ്പ് ഇതിൻ്റെ അകത്തേക്ക് കയറുക കേട്ടോ. നമുക്കിനി ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുക. ആദ്യം നമ്മൾ ബൂന്തി ഉണ്ടാക്കി വെച്ചതിന് ശേഷം മാത്രമേ ഷുഗർ സിറപ്പ് ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. കാരണം ഷുഗർ സിറപ്പ് നമുക്ക് ചൂടോട് കൂടി ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ മെഷർമെൻറ്റ് കപ്പ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ ഇനി ഏതെങ്കിലും ഗ്ലാസ്സിലാണ് എടുത്തിട്ട് ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് എടുത്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. 1 ഗ്ലാസ് കടലമാവാണ് എടുക്കുന്നതെങ്കിൽ അതിന് 1/4 ഗ്ലാസ് പഞ്ചസാരയും 1/2 ഗ്ലാസ് വെള്ളവും ചേർത്തിട്ടാണ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കേണ്ടത് കേട്ടോ. എന്നോട് പലരും ചോദിക്കാറുണ്ട് മെഷർമെൻറ്റ് കപ്പില്ല ഗ്ലാസ്സിലാകുമ്പോൾ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ലഡുവിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആവുന്ന ആ സമയത്ത് തന്നെ നമ്മൾ ഓഫ് ചെയ്യണം കേട്ടോ. നമ്മളിത് തിളപ്പിക്കാനിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നീങ്ങി പോകരുത്. ഇതിൻ്റെ കൂടെ തന്നെ നിന്നിട്ട് ഇത് ഒട്ടൽ വരുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. 1 സ്ട്രിങ് ആയിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓഫ് ചെയ്യുക. അതിന് കുറച്ച് മുന്നേ ഓഫ് ചെയ്താലും കുഴപ്പമില്ല. 1 സ്ട്രിങ് കഴിഞ്ഞിട്ട് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് കട്ടിയായി മാറും. അതിന് കണക്കായിട്ട് നമ്മുടെ ലഡുവും ഹാർഡായി മാറും കേട്ടോ. അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. 1 സ്ട്രിങ് ആവുന്ന ആ തുടക്കത്തിൽ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടതാണ്. ഇതാ ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ 1 സ്ട്രിങ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ 1 സ്ട്രിങ് ആയിട്ട് എടുക്കാൻ അറിയില്ലെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ഒരു സ്പൂണിൽ ഇതുപോലെ ഷുഗർ സിറപ്പ് എടുക്കുകയാണെങ്കിൽ ഓരോരോ ഡ്രോപ്പ് ഉറ്റിയിട്ട് ബാക്കി അതിൽ തന്നെ ഇങ്ങനെ നിൽക്കണ കണ്ടില്ലേ. ഈ ഒരു പരുവത്തിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ടൈമായിട്ടാണെങ്കിൽ ഞാൻ മൊത്തത്തിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 7 മിനിറ്റോളാണ് തിളപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഷുഗർ സിറപ്പ് ഈ ഒരു ചൂടോട് കൂടി തന്നെ നമ്മൾ ബൂന്തി പൊടിച്ചു വെച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് മൊത്തത്തിൽ ആവശ്യമുണ്ട് കേട്ടോ. 1 കപ്പ് കടലമാവ് എടുത്തിട്ട് ബൂന്തി ഉണ്ടാക്കിയതിന് ഈ ഒരു 1/4 കപ്പ് പഞ്ചസാര വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് മൊത്തത്തിൽ ആവശ്യമായിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. നെയ്യ് കൂടി ചേർക്കുന്ന സമയത്താണ് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ലഡു കിട്ടുന്നത്. അപ്പോൾ നെയ്യ് ഞാനൊന്ന് ചൂടാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പം 1 ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ എടുക്കുന്നത്. ഇത്രയും മതിയാവും. നമുക്ക് ആ ഒരു ഫ്ലേവർ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിലേക്ക് ഇനി കുറച്ച് കാഷ്നട്ടും അതുപോലെ കിസ്മിസൊക്കെ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് കാഷ്നട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് ലഡുവിൻ്റെ ഉള്ളിൽ ഉരുട്ടിയെടുക്കാൻ വേണ്ടി പറ്റണമെങ്കിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് കിസ്മിസ് കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഈ ഒരു നെയ്യ് നമുക്ക് ആ ഒരു ചൂടോട് കൂടി തന്നെ നമ്മുടെ ബൂന്തിയും ഷുഗർ സിറപ്പും മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സമയത്ത് നമുക്കിത് ലഡു ആയിട്ട് ഉരുട്ടിയെടുക്കാൻ വേണ്ടി പറ്റൂല കേട്ടോ. കാരണം ഇതിപ്പം കുറച്ച് ലൂസായിട്ടാണ് ഉള്ളത്. ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് വലിച്ചെടുക്കാനുണ്ട് അത്രേ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കുക. ഞാനിപ്പം 20 മിനിറ്റോളം അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമില്ല. മാക്സിമം ഒരു 20 മിനിറ്റോളം വെച്ചാൽ മതി. അപ്പോഴേക്കും തന്നെ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് വലിച്ചെടുത്തിട്ടുണ്ടാവും. അപ്പോൾ 20 മിനിറ്റിന് ശേഷമാണ് ഞാനിതിപ്പോൾ എടുക്കുന്നത്. ചെറിയൊരു ചൂടുണ്ടാവും. നമുക്ക് ആ ഒരു ചൂടോട് കൂടി തന്നെ ലഡു ഉരുട്ടിയെടുക്കണം. കൂടുതൽ സമയം കഴിയും തോറും നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ഷേപ്പ് ആക്കി എടുക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റൂല. ഇപ്പം കണ്ടില്ലേ, ഇതിപ്പം കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് വലിച്ചെടുത്തു. നമുക്ക് ഓരോരോ ലഡു ആയിട്ട് ഉരുട്ടിയെടുക്കുക.
അപ്പോൾ ലഡു ഉരുട്ടിയെടുക്കുന്ന സമയത്ത് കയ്യിൽ നിങ്ങൾക്ക് ഒട്ടിപ്പിടിക്കുന്നത് പോലെ തോന്നുകയാണെങ്കിൽ കുറച്ച് നെയ്യാക്കി കൊടുക്കുക, അല്ലെങ്കിൽ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എന്നിട്ടൊന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കത്തില്ല. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് തുടച്ചെടുത്തതിന് ശേഷമാണ് ഓരോ ലഡു ഉരുട്ടിയെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ 15 ലഡു ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിലുള്ള 15 ലഡു ആണ് കേട്ടോ എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. നമുക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ലഡു നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. ഷുഗർ സിറപ്പൊക്കെ കുറച്ചും കൂടി വലിച്ചെടുക്കാനുണ്ട് അത്രേ. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല, അതിൻ്റെ പുറത്തൊക്കെ ഷുഗർ സിറപ്പ് ഉണ്ട് അത്രേ. മൊത്തത്തിൽ അത് വലിച്ചെടുത്തിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 20 മിനിറ്റിന് ശേഷം ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഒരു ബോക്സിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ ആക്കിയിട്ട് അടച്ച് വെക്കുക. മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പോഴായിരിക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ പിറ്റേത്തെ ദിവസം കഴിക്കുമ്പോഴാണ് കുറച്ചും കൂടി നല്ല, അത്രയും ബേക്കറിയിൽ നിന്ന് കഴിക്കണ ആ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ പിറ്റേത്തെ ദിവസം കഴിക്കുമ്പോഴേ കിട്ടത്തുള്ളൂ കേട്ടോ. അത് ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് വലിച്ചെടുത്തിട്ട് സെറ്റ് ആവണം. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. നമ്മൾ ഇപ്പോൾ ഉരുട്ടിയെടുത്ത് ഉടനെ തന്നെ കഴിക്കണ സമയത്ത് ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടൂല കേട്ടോ. ഇതിപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലഡുവിടെ പുറംഭാഗം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും പുറത്തൊക്കെയുള്ള ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് വലിച്ചെടുത്തിട്ട് ഡ്രൈ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. 4 മണിക്കൂർ കൊണ്ട് നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ തുറന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ഉൾഭാഗമൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. ഇതേ സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഒരുപാട് അങ്ങ് ഹാർഡായി പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് ലഡു ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. താങ്ക്